കാഞ്ഞങ്ങാട്ട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിന് ഇരയായത്. സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകി. സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിനിരയായി കാലിന്റെ എല്ല് തകർന്നതായി പരാതി. പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിനിരയായത്. ഫെബ്രുവരി 23 കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിലെ ടർഫിലാണ് സംഭവം. കാഞ്ഞങ്ങാട് നഗരത്തിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഇതേ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 പേരും സമീപത്തെ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. ക്രൂരമായി മർദ്ദിക്കുകയും 6 അടിയോളം താഴ്ചയുള്ള കുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വീഴ്ചയിൽ വലതുകാലിന്റെ എല്ലൊടിഞ്ഞു. ഇതേ സ്കൂളിൽ 10ാം തരത്തിൽ പഠിക്കുന്ന വിശാഖിന്റെ ജ്യേഷ്ഠൻ പൃഥ്വിയെ സമീപത്തെ സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനമെന്നാണ് കുട്ടിയുടെ പിതാവ് വിശ്വനാഥൻ പറയുന്നത്. വയറ്റിൽ കത്തി കയറ്റുമെന്ന് ഒരു വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. മോനെ 23-ാം തീയതി ടർഫിൽ കളിക്കാൻ പോകുന്നത് പറഞ്ഞു. ടർഫിൽ കളിക്കാൻ പോകുമ്പോൾ ഞാൻ പോകണ്ട, പരീക്ഷയല്ലേ പിറ്റേ ദിവസം. അല്ല, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വേഗം വരാൻ പറഞ്ഞിട്ടാണ് പോയത്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടേക്ക് പോകുന്നുണ്ടായത്, ഞാനും ഭർത്താവും. അപ്പോൾ ഒരു കോൾ വന്നു, നിങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കാണാം. അപ്പോഴത്തേക്ക് കുട്ടീനെ അവിടെ കിടത്തിയിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോയത്, ആംബുലൻസ് വരാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ടുണ്ട്. കുട്ടി നേരെ പോയത് ദീപ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് ഇത്ര എമൗണ്ട് ആവും പെട്ടെന്ന് ഓപ്പറേഷന്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയി. ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് അവരൊന്നും ഇത് പരിയാരത്തേക്ക് കൊണ്ടുപോകണം. പരിയാരത്ത് ഇവനവിടെ കളി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 9ത്തെ 10ത്തെ കുട്ടികൾ തല്ലാക്കുന്നുണ്ട്. കളിച്ചിട്ട് അവർ തല്ലാക്കുന്നുണ്ടിട്ട് ഇവർ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞത്. 10ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി ഇവൻ്റെ തോളിൽ കയറ്റി നീ അതിലേ പോകണ്ട, അതിലെ പോലീസ് വരും, നമുക്ക് ഇതിലേ പോകാനിട്ട് ഇവനെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ തല്ലിനില്ലല്ലോ, ഞാൻ നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത്, എന്നെന്തിനാ പോലീസ് പിടിക്കുന്നത് പറഞ്ഞു. അപ്പോൾ വേണ്ട, നമുക്ക് ഇതിലേ പോകാമെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കൂട്ടിയിട്ട് പോയതാണ്. കുട്ടീനെ കൂട്ടി പോയിട്ട് പുറകുന്ന് തലക്കടിച്ചു, പുറത്തേക്ക് അടിച്ചു, ചവിട്ടി. അവിടെ നിന്നാണ് വലിയ ഒരാളുടെ ഹൈറ്റുള്ള വരമ്പിൽ നിന്ന് കുട്ടീനെ തള്ളി താഴെട്ടിട്ട് അവരെ തച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന രംഗാന്ന്. പ്രജിത സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി. കാലിൽ ശസ്ത്രക്രിയയ്ക്കു വിധേയനായ വിശാഖ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി. പരുക്കിനെ തുടർന്ന് വാർഷിക പരീക്ഷ എഴുതാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലാണോ വിശാഖ്? ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.